DMDK എന്ന പാർട്ടി സ്ഥാപിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ വലിയ പരീക്ഷണങ്ങളൊക്കെ നേരിട്ടെങ്കിലും പിന്നീട് 2011 മുതൽ 16 വരെയുള്ളത് ഈ DMDKയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. പക്ഷേ അതിനുശേഷം DMDK വിചാരിച്ചത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സിനിമയിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പേര് അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ അതേപോലെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഇല്ലെന്ന് പറയേണ്ടി വരും. ഈ തമിഴ്നാട് സർക്കാരിൽ അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ കാലഘട്ടം ഒഴിച്ചാൽ പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP-യുമായി സഖ്യം ഉണ്ടാക്കി. അത് വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടായത്. 14 സീറ്റിൽ മത്സരിച്ച് 14ലും അന്ന് DMDKക്ക് പരാജയപ്പെടേണ്ടി വരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം CPM, CPI, വിടുതലൈ ചെറുതകൾ കക്ഷി എന്നിവയായിട്ട് സഖ്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ 104 സീറ്റുകളിലും മത്സരിച്ച 104 സീറ്റുകളിലും അദ്ദേഹത്തിന് പരാജയമാണ് വരേണ്ടി വന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അനാരോഗ്യം ആ സമയത്തേക്ക് പാർട്ടിയെ വല്ലാതെ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. 2014 ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന്, അദ്ദേഹത്തിന്റെ അണികളോട് സംവദിക്കുന്നതിനൊക്കെ ഉണ്ടായ തടസ്സങ്ങൾ, കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വളർച്ചയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസമാണ് അദ്ദേഹം പാർട്ടിയുടെ ചുമതലകൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലതയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കപ്പെടുമ്പോൾ തന്നെ സിനിമയിൽ അദ്ദേഹത്തെ ഇപ്പോഴും വിജയകാന്ത് എന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആളുകളാണെങ്കിൽ പോലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് തമിഴ്നാടിന്റെ ക്യാപ്റ്റനാണ് വിജയകാന്ത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ അലയടിച്ചെത്തുന്ന ഒരു സമയം കൂടിയാണ്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ സാധാരണ തമിഴ് ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട്, അവരുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കുന്ന ഞങ്ങൾ ചെയ്യേണ്ടതാണ് സ്ക്രീനിൽ ക്യാപ്റ്റൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് തമിഴ് ജനത എത്തുന്നത് അദ്ദേഹത്തിന്റെ പല സിനിമകൾ കണ്ടു തന്നെയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എതിർ രാഷ്ട്രീയ ചൈരിയിലുള്ളവർ പോലും വിജയകാന്ത് എന്ന ഒരു കലാകാരനെ അംഗീകരിക്കുന്നത്, അദ്ദേഹത്തെ മനസ്സിൽ പേറി നടക്കുന്നത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഓർക്കണം, 2010 അദ്ദേഹം അവസാനമായി അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം 2010 ശേഷം പിന്നീട് അഭിനയിച്ചിട്ടില്ല. 1994 അദ്ദേഹത്തിന് MGR പുരസ്കാരം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച നടനത്തിന്, അതായത് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവ് കണക്കിലെടുത്ത് 1994 MGR പുരസ്കാരം, 2001 അതുപോലെ തന്നെ കലൈമാമണി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2009 ടോപ്പ് 10 ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരവും ലഭിച്ചു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 2010 വിരുദഗിരി എന്ന ചിത്രം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ്. ആ ചിത്രത്തിലാണ് അദ്ദേഹം ഒരു മുഴുനീള കഥാപാത്രമായി വേഷമിട്ടത്. പക്ഷെ 2015 അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ സകാപ്തം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം, ഒരു ഗസ്റ്റ് റോളിൽ അദ്ദേഹം എത്തിയിരുന്നു. സ്ക്രീനിൽ ഒരു പക്ഷേ അവസാനമായി എത്തിയത് സകാപ്തത്തിലെ അഭിനയത്തിലാകും. 2010 വിരുദഗിരിയാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ. 154 ചിത്രങ്ങളാണ് ഇതുവരെ ക്യാപ്റ്റൻ അഭിനയിച്ചത്, വിജയകാന്ത് അഭിനയിച്ചത്. അതിനോടപ്പുറം പറയാനുള്ളത് ഏതാണ്ട് 2 പതിറ്റാണ്ടിനടുപ്പിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് വിജയകാന്ത്. എന്തായാലും വിജയകാന്ത് വിട വാങ്ങുന്ന സമയത്ത് തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ വലിയ നഷ്ടം തന്നെ എഴുതി വെക്കാം. ഒരു പക്ഷേ തമിഴ് ജനതയുടെ പൾസ് അറിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ, തമിഴ് ജനതയുടെ കലാമനസ്സറിഞ്ഞ ഒരു അഭിനേതാവ്, ഈ രണ്ട് കഴിവുകളും അല്ലെങ്കിൽ 2 തരത്തിൽ തമിഴ് ജനതയെ വായിച്ചെടുത്ത ഒരു കലാകാരനാണ്, ഒരു വ്യക്തിയാണ് അകന്നു പോകുന്നത്. എന്തായാലും വിജയകാന്തിന്റെ വിടവാങ്ങൽ വലിയ നഷ്ടങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നത്, തമിഴ്നാട്ടിലെ സിനിമാ മേഖലയ്ക്കുണ്ടാകുന്നത്, തമിഴ് രാഷ്ട്രീയ മേഖലയ്ക്കുണ്ടാകുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. ജിൽസി. ശരി മഹേഷ്, എന്തായാലും വിജയകാന്തിന്റെ മരണവാർത്ത തേടിയെത്തുമ്പോൾ അത് തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം, സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. DMDKയുടെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. 2 തവണ തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നു.